നമസ്കാരം. 10ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ഏറ്റവും ആദ്യത്തെ പ്രവേശകം ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിലെ ഫസ്റ്റ് പാഠം കഥകൾ അതിമോഹനം എന്നുള്ള പാഠഭാഗത്തിൻ്റെ ആശയം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ, ചോദ്യങ്ങൾ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാം. കഥകൾ അതിമോഹനം എന്നുള്ള പാഠഭാഗത്തിൻ്റെ ആശയമടങ്ങിയ വീഡിയോയ്ക്കൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ചാപ്റ്ററിൻ്റെ കൃത്യമായിട്ടുള്ള ആശയവും നമ്മൾ നൽകിയിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുമല്ലോ. പുസ്തകത്തിലെ ഒന്നാമത്തെ ചോദ്യം, പഞ്ചവർണ്ണ കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം? അവയുടെ സവിശേഷത എന്ത്? കണ്ടെത്തി അവതരിപ്പിക്കുക. പഞ്ചസാരപ്പൊടി ചേർത്തിളക്കി കാച്ചിക്കുറുക്കിയ പാലും തേനും വെള്ളവും ശർക്കരയും ചേർത്ത് തിരുമ്മിയെടുത്ത നല്ല കദളിപ്പഴങ്ങളും അടങ്ങുന്ന മധുര പദാർത്ഥങ്ങൾ വ്യത്യസ്ത വെള്ളിത്തളികയിലാക്കിയാണ് കവി പഞ്ചവർണ്ണ കിളിക്ക് നൽകിയത്. എന്നിട്ടും വിശപ്പും ദാഹവും തീരാതെ വന്നാൽ നീലക്കരിമ്പിൻ്റെ നീരും പാലും തേനും കവി കിളിക്കുള്ള വിശിഷ്ട ഭോജ്യങ്ങളായി കരുതി വെച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കർണസുഖം ഞാൻ പറയുകില്ല ആരോടും. കർണൻ്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ദുര്യോധനൻ്റെ സേനാധിപതിയാകുവാൻ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിലാണ് കർണസുഖം ഞാൻ പറയുകയില്ല ആരോടുമെന്ന് കർണൻ വ്യക്തമാക്കുന്നത്. ഈ കർണസുഖം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ പ്രീതി ജനിപ്പിക്കുവാൻ അവർക്കിഷ്ടം ജനിക്കുന്നതെന്തും പറയുക എന്നതാണ്. താൻ പറയുന്ന കാര്യം കർണൻ സമ്മതിക്കുമെന്ന വിശ്വാസത്തിലാണ് തൻ്റെ സേനാധിപതിയാകുവാൻ ദുര്യോധനൻ കർണനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ കർണനാകട്ടെ യോദ്ധാക്കളിൽ പ്രബലനായ ഭരദ്വാജപുത്രൻ ദ്രോണാചാര്യരാണ് സേനാധിപതിയാകുവാൻ യോഗ്യനെന്ന് ബോധ്യപ്പെടുത്തുകയും വിനയപൂർവ്വം സ്ഥാനത്യാഗം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇന്ന് മൂലിച്ചുരി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക ലോകത്തിന് കർണൻ്റെ ഈ സ്ഥാനത്യാഗം വളരെയധികം മാതൃക അർഹിക്കുന്നതാണ്. സമകാലിക സാഹചര്യങ്ങളിൽ, ലോക സാഹചര്യങ്ങളിലെ വിശകലനം ചെയ്യുമ്പോൾ നമ്മളിൽ ഓരോരുത്തരിലും ഈ കർണൻ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷത വളർന്നു വരേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചവർണ്ണ പെൺകിടാവേ തെളിഞ്ഞെഞ്ചെവി രണ്ടും കുളിർക്കെ പറകനി. കർണനും മന്ദസ്മിതം ചൊല്ലി ഞാൻ കർണസുഖം ഞാൻ പറയുകില്ല ആരോടും. ചെവി രണ്ടും കുളിർക്കെ പറക, കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണിത്. രണ്ട് സന്ദർഭങ്ങളിലും ആശയത്തെ വ്യത്യസ്തമാക്കുന്നത് എന്തെല്ലാം? അഭിപ്രായം സമർത്ഥിക്കുക. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തര മാതൃക നമുക്കൊന്ന് നോക്കാം. എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്നെടുത്തതാണ് മേൽ സൂചിപ്പിച്ചിട്ടുള്ള 2 വരികൾ. കർമ്മസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ പ്രീതി ജനിപ്പിക്കുവാൻ എന്തും പറയുക എന്നർത്ഥം. ആദ്യത്തെ കാവ്യത്തിൽ കവി കിളിയോട് തനിക്ക് 2 ചെവിയും കുളിർക്കെ പറയുക എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ താൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നോട് ഭീഷ്മരുടെ പതനവും തുടർന്നുള്ള സംഭവ വികാസങ്ങളും പറയുക എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ താൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തൻ്റെ ചെവി 2 കുളിർക്കെ പറയുക എന്നതുകൊണ്ട് തനിക്ക് കർണസുഖം നൽകുക എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. രണ്ടാം കാവ്യത്തിൽ കർണനോട് ദുര്യോധനൻ്റെ സേനാധിപതിയാകുവാൻ ആവശ്യപ്പെടുമ്പോൾ കർണൻ നൽകുന്ന മറുപടിയാണ് കർണസുഖം ഞാൻ പറയുകില്ല ആരോടും എന്നത്. അതായത് മറ്റുള്ളവരിൽ പ്രീതി വളർത്തുവാൻ എന്തും ചെയ്യുന്ന സ്വഭാവം തനിക്കില്ല എന്ന് കർണൻ വ്യക്തമാക്കുന്നു. കർണസുഖം എന്ന വാക്കിന് 2 അർത്ഥതലങ്ങളാണ് ഈ കാവ്യത്തിലൂടെ നൽകുന്നത്. ഒന്നാമത്തേത് കാതിന് കുളിർമ നൽകുക എന്നുള്ളതാണ് എങ്കിൽ മറ്റൊന്നിൽ ആരെയും സുഖിപ്പിക്കുന്ന തരത്തിൽ എന്തു വിടുവായുത്വവും പറയുക എന്നത് ഈ കർണസുഖം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിക്കാം. ആദരല്ലെങ്കിലും കൗരി വിളമ്പിയാൽ സാധില്ല എന്നു വരുന്മിനി നിർണയം. കല്യാണ സൗഗന്ധ്യം കുഞ്ചൻ നമ്പ്യാർ. ചെല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ എഴുത്തച്ഛൻ. മുകളിൽ നൽകിയിരിക്കുന്ന കവിവചനങ്ങൾ ഭാഷയുടെ ഏതെല്ലാം സവിശേഷതകളാണ് വ്യക്തമാക്കുന്നത്? കാവ്യഭാഗങ്ങൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാതൃക നമുക്ക് നോക്കാം. ആദ്യ കവിവചനം കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളനിൽ നിന്നും, രണ്ടാമത്തേത് എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവ്വത്തിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണ്. നമുക്കറിയാം, ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ശക്തി സമ്പത്താണ് അവൻ്റെ ഭാഷ എന്ന് പറയുന്നത്. ഭാഷാപ്രയോഗത്തിൽ പുലർത്തുന്ന വ്യത്യസ്തതയാണ് മറ്റുള്ളവരിൽ നിന്നും സാഹിത്യകാരന്മാരെ വേർതിരിക്കുന്നത്. മലയാള സാഹിത്യത്തിൽ അത്തരത്തിൽ തങ്ങളുടെ സ്ഥാനം നിലനിർത്തിയിട്ടുള്ള മഹാന്മാരായ എഴുത്തുകാരാണ് എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലൂടെ ഗഗനമായ ഇതിഹാസങ്ങളെ സാധാരണക്കാരിൽ എത്തിക്കുവാൻ എഴുത്തച്ഛൻ ശ്രമിച്ചപ്പോൾ വശ്യമായ ശൈലിയിൽ തുള്ളൽ പ്രസ്ഥാനത്തിലെ ജനങ്ങളിൽ എത്തിക്കുവാൻ കുഞ്ചൻ നമ്പ്യാർക്കും സാധിച്ചു. ഇവിടെ ഈ കാവ്യഭാഗത്ത് നമ്മൾ കാണുന്നത് അർഹിക്കുന്നതിലും കൂടുതൽ അളവിൽ ഏതെങ്കിലും മനുഷ്യർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് ജീവിതത്തിൽ തന്നെ മൂല്യമില്ലാതായി തീരുമെന്ന് കുഞ്ചൻ നമ്പ്യാർ വളരെ ലളിതമായ ശൈലിയിൽ, ഭാഷാ ശൈലിയിൽ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ചെല്ലുന്നത് കണ്ടേ കണക്കെ ചുരുക്കി ഞാൻ എന്ന് കിളി കവിയോട് പറയുന്നതിലൂടെ മഹാഭാരതത്തിൽ തോറ്റ കൗരവരുടെ രാഷ്ട്രതന്ത്രം എന്താണ് എന്ന് കവി ചോദിക്കുകയാണ്. ഈ 2 വരികളിലൂടെയും കാച്ചിക്കുറുക്കിയ വാക്കുകളിലൂടെ വലിയ മഹത്തായ സന്ദേശം നൽകുവാനായിട്ടാണ് 2 കവികളും ശ്രമിച്ചിരിക്കുന്നത്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിന് കൂടുതൽ അർത്ഥതലങ്ങൾ നൽകുന്നതിന് ഭാഷയിലൂടെ സാധിക്കുന്നു എന്ന് ഇരുവരും തങ്ങളുടെ ഭാഷയിലൂടെ, തങ്ങളുടെ കാവ്യവചനങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലെ
ചോദ്യോത്തരങ്ങളായിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മളെടുത്ത ക്ലാസ്സിൽ 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടിയും ആഡ് ചെയ്ത് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. SSLCക്ക് നിർബന്ധമായിട്ടും വരുവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളിൽ ഒന്നാണത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. താങ്ക്